ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഒരുപാട് പെയ്യുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു കത്തലുണ്ടാവന്നെ. വേറെ ഒന്നല്ല, 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങള് പെട്ട് കിടന്നതാണ്. 2-3 ദിവസം വെള്ളവും വെളിച്ചവും. അന്നാണ് ഫുഡിന്റെ വില എന്താന്നും വെള്ളത്തിന്റെ വില എന്താന്നും ജീവന്റെ വില എന്താന്നും ശരിക്കും നമ്മള് മരണത്തെ മുന്നിൽ കാണില്ലേ, ആ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് മഴ ഒരുപാട് പെയ്യുമ്പോ എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ചെറിയ കത്തലുണ്ട് കേട്ടാ. ഇവിടെ 2018 വെള്ളം കയറിയിട്ടില്ല, എന്നാലും ഒരു പേടി എന്റെ മനസ്സിലുണ്ട് കേട്ടാ. അപ്പാപ്പന്റെ തലയിൽ മുണ്ട് കെട്ട്, ആദ്യന്റെ തല കെട്ട്. അപ്പാപ്പൻ കെട്ടിത്തരും. വണ്ടി അപ്പാപ്പ മുണ്ട് കെട്ടി കൊടുക്കുന്ന ചേണ്ട തലയില്. അപ്പാപ്പ കിട്ടി സൂപ്പറായില്ല. വണ്ടി കഴുകണ്ടെന്നാ? ആ വണ്ടി കഴുകട്ടാ. ഇഷ്ടായ? സൂപ്പറായ? എരുമേല കിടക്കാൻ പോവാ? ആരാധ എന്നിട്ട് കയ്യിലിരിക്കുന്നേ എന്നിട്ട് സാധനം ഇതാര വാങ്ങിച്ചു കൊടുന്നേ? അത് പൊട്ടിക്കില്ലേ? അങ്ങനെയല്ല, അമ്മ പൊട്ടിച്ചിട്ടുണ്ട്, അമ്മ തരാം. ഇതാര വാങ്ങിച്ചു കൊടുന്നേ? ചിപ്പപ്പാണോടത്? അതിന്റെ പേര് തെറ്റാടാ. പേര് പറയ്. ചോക്ലേറ്റിന്റെ പേര് തെറ്റാ. മഞ്ച്. നീ പോണ്ടാ? ചേട്ട ചക്ക തിന്നണ ചക്ക. ആ അവന് വേണമെന്ന്. എനിക്ക് വേണ ചേട്ടൻ അതെന്നാ അറിഞ്ഞോ? ആദാ മുണ്ടും കെട്ടിയോടെ നിക്ക, മഴ നോക്കി. ഞാൻ കുറിഞ്ഞാപ്പി വാ. എന്തിയേ ഓശോ ചേട്ടൻ നിങ്ങളെങ്കിൽ ദേ അമ്മാമ്മ മഴ കൊണ്ട് ദേ വന്ന് അമ്മാമ്മക്കടി വരുന്നിട്ട് ആലോചിച്ചിരിക്കണേ. ആദ്യമ പിണങ്ങിട്ടാ അപ്പാപ്പ മാങ്ങ പൊട്ടിക്കാൻ പോയി. അപ്പൊ ആദ്യം കൂടി ഇരുന്നു. അപ്പൊ ആദ്യമന് സങ്കടായി. ഇപ്പൊ അപ്പാപ്പ വന്നു അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല ആദത്തിനോട്? പഞ്ഞില്ലേ? അടി അപ്പാപ്പൻ വരുമ്പോ അപ്പാപ്പനും അടി, അമ്മാമ്മയ്ക്കും അടി, എല്ലാവർക്കും ഒന്ന് അടി ഉറപ്പാ. എന്നിട്ട് തിന്നണേ ഉണക്കമുന്തിരിയാ? അപുരൊന്നും ചെയ്യരുതിട്ടാ. അതാ വാ പോരെ. നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ എന്നിട്ടാന്നറിയോ? നല്ല ചൂട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അമ്മച്ചി. ഇത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുണ്ടാക്കാറ്. നമ്മുടെ വീട്ടില് മറ്റേ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ട് ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടിയില്ലേ, അങ്ങനത്തെ സാമ്പാറാണ് വെക്കാറ്. ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ കഴിക്കുക. ഞാനുണ്ടാക്കാറ് തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഈ സാമ്പാർ ഉണ്ടാക്കാനുള്ള റെസിപ്പി എനിക്കറിയില്ല. ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടോ? പക്ഷെ രസമായിരുന്നു. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സാമ്പാറായിരുന്നു ഇഷ്ടം. പിന്നെ സാമ്പാർ കഴിച്ച് പിന്നെ സാമ്പാറിനോട് എന്ന് പറയാൻ ഒരു മട്ടിപ്പ് തോന്നില്ലേ, അങ്ങനെ കേട്ടാ. പക്ഷെ അടിപൊളി സാമ്പാർ ഉണ്ടാവും. പിന്നെ ഇത് മാന്തള് വറുത്തതുണ്ട്, ഉണക്കസ്രാവ് വറുത്തതുണ്ട്. ഉണക്കസ്രാവ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എനിക്ക് മാന്തളരി വറുത്ത് വെക്കുന്നത്. പിന്നെ അതേ പപ്പടം വറുത്തത്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ വീട്ടിൽ ഇന്ന് ഉള്ളത്. വേണ്ടേ? വേണ്ടേ? പിന്നെ കഞ്ഞി വേണോ? കുടിക്കോ? ഇല്ലേ? മഴ പെയ്യണ്ട? അത് നല്ല മഴയുണ്ടാ? ഇല്ലേ?
കേട്ടാ മീൻകാരനെ വിളിക്കണ്ടാ കഞ്ഞി കുടിക്കണ്ട അപ്പൊ എനിക്ക് കൈ ഇവിടെ കെട്ടേക്ക് ചൂടുണ്ടോ പപ്പടം വേണ പപ്പടം വേണ പപ്പടം വേണ ഈ കഞ്ഞി കുടിക്കാൻ പോയതാണോ എന്നിട്ട് എവിടെയാ കഞ്ഞി എവിടെ കുടിക്കാഞ്ഞേ കഴിഞ്ഞുന്നാ നീ ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂല്ലോ എന്നിട്ട് ഇതിട്ട് ചെയ്തേ കുർണി ഡാ നിന്നോട് ചോദിക്കണേ ചപ്പാത്തി വറുത്ത ചൂലോണ്ടാ ഇപ്പൊ കിട്ടും അപ്പാപ്പന്റെ നടി വിളിക്കട്ടെ അപ്പാപ്പനെ വായോ വാ കഞ്ഞി കുടിക്കേ നമുക്ക് വാ ആർക്ക് പപ്പടം വേണ്ടേ ആരെ പപ്പടം വറുക്കാൻ പറഞ്ഞേ വേണ്ടേ വായോ അവര് വായോ ചേട്ടായി പോയതിന് ശേഷം എല്ലാരും ഒരുവിധം എല്ലാം നോർമലായിട്ട് വന്നു. പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ അതൊക്കെ കുറച്ചങ്ങോട്ട് ലേറ്റ് ആയി. അതായത് ഇപ്പൊ നമ്മള് 1 മണിക്ക് കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോ നമ്മള് 2 മണി 2:30 അങ്ങനെ കുറച്ച് നേരം വൈകും. കാരണം ഇവരുടെ വാശി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഡിലേ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പച്ചനും അമ്മച്ചി എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഇവര് പിടിക്കാനാണെങ്കിലും. പിന്നെ ഇവന്മാര് പോവാത്തതിന്റെ പ്രശ്നമുള്ളൂ, അവര് എടുക്കാത്തതിന്റെ പ്രശ്നമില്ല. ഇവന്മാർക്ക് ചില നേരത്ത് എന്നെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്ന പ്രശ്നം. അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് അടുത്തൊരു ഇത് വന്നത്. 2 പേർക്ക് ഇപ്പൊ വയ്യായിക വന്നേക്കാം. വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ചേഞ്ചിന്റെ തോന്നുന്നു. ഒരു ദിവസം വെയിൽ വന്ന് പിറ്റേ ദിവസം മഴ വന്ന് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാന്ന് തോന്നുന്നു ഇവർക്ക് വയ്യായിക വന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ആദംകൂട്ടനാണ് വന്നത്. ആദംകൂട്ടൻ ഒരു ദിവസം രാത്രി എൻ്റെ ദൈവമേ രാത്രി അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കരയുക. എനിക്കാണെങ്കിൽ എന്താന്ന് മനസ്സിലാവണില്ല. ഇവ വെറുതെ എനിക്ക് നിന്ന് കരയാണ്. പക്ഷെ ഇവന് പറയണില്ല ഇതാണ് പ്രശ്നം എന്നുള്ളത്. ശ്വാസം വലിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് ഇവന് ജലദോഷം വരണതിന് മുൻപ് ഒരു തുടക്കല്ലേ. മുൻപ് ഇവൻ കുഞ്ഞിതായിരിക്കുമ്പോ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം എന്തുകൊണ്ടാണ് കൊച്ചു കരയണേന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുഞ്ഞൊരു 2-3 മാസമായിപ്പോ ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നു കഴിഞ്ഞപ്പോ ഇവൻ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്തൊക്കെ ചെയ്തിട്ടും കൊച്ചു കരച്ചിൽ നിർത്തണില്ല. ഞാനൊക്കെ പേടിച്ചു പോയി എന്നുള്ളതൊന്നും സത്യം. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണെങ്കിലും അവരും പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേസൽ ഡ്രോപ്സ് എന്നിട്ട് നമ്മള് പോണ വഴിക്ക് നമ്മള് നേസൽ ഡ്രോപ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൂയിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇവ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ നോർമലായി. അപ്പൊ എനിക്ക് മനസ്സിലായി മൂക്കടപ്പ് വന്നതിനുള്ള ലക്ഷണമാണ്. അതുപോലെ തന്നെ ഇവന് ഇങ്ങനത്തെ ഒരു ലക്ഷണമാണ് മിഞ്ഞാന്ന് കാണിച്ചത്. മിഞ്ഞാന്ന് കാണിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നേസൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തു. വന്നാലും ഒരു രക്ഷയില്ല. ശ്വാസം ഇങ്ങനെ ജലദോഷം വന്നതിന് മുന്നേ നമുക്കായാലും ഒരു ബുദ്ധിമുട്ടില്ലേ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് കിടക്കും. പക്ഷെ ഇവൻ കരയണേക്കുമ്പോ അബ്രു കരയും. അങ്ങനെ എൻ്റെ ദൈവമേ രാത്രി ആണെങ്കിൽ ഇവന്മാര് അപ്പാപ്പൻ്റെ അടുത്ത് അമ്മാമ്മയുടെ അടുത്ത് ആദത്തിന്റെ അടുത്ത് അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ ആദം കിടക്കില്ല, അമ്മയുടെ കൂടെ തന്നെ കിടക്കുള്ളൂ. ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു പറഞ്ഞാൽ എനിക്ക് കണ്ണിന്റെ മോളൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ആദത്തിന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആദം എന്നിട്ടൊരു വെളുപ്പിന് ഒരു 5 മണിക്ക് ആയപ്പോഴായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കും അത് കഴിഞ്ഞ പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ അബ്രുക്കുട്ടിന് വയ്യായിക തുടങ്ങിയിട്ടുണ്ട്. ചുമ എന്ന് പറഞ്ഞാൽ നല്ല ചുമ. അബ്രുവിന് ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. ഇങ്ങനെ പറയാ കപക്കെട്ടിന്റെ ചുമയല്ല, പക്ഷെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. ചുമ നിൽക്കണില്ല. പിന്നെ ജലദോഷം. അവനും ശ്വാസം എടുക്കാൻ പറ്റും. ഇപ്പൊ 2 പേർക്കും വയ്യായി. ഞാനിപ്പോ എന്ത് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോണ്ട്. ഒരാള് കരയുമ്പോ അടുത്ത ആളെടുക്കും, അടുത്ത ആള് കരയുമ്പോ ഞാൻ അങ്ങനെ മാറി എടുക്കും. ഇപ്പൊ എല്ലാവരും വിചാരിക്കും എനിക്ക് മാത്രമല്ലേ പിള്ളേരുള്ളൂ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഈ സാഹചര്യം അനുഭവിച്ചവർക്ക് 2 പേരിങ്ങനെ വയ്യായിക വന്ന് 2 പേർക്കും നമ്മൾ ശരിക്കും ഇവര് ഇരട്ടക്കുട്ടികളില്ലേ, ഇരട്ടക്കുട്ടികളെ നോക്കണ പോലെ നോക്കണം. ഇപ്പൊ ഒരാള് കരയുമ്പോഴായിരിക്കും അടുത്ത ആള് കരയുമ്പോ അങ്ങനെ മാറി അത് അമ്മ തന്നെ വേണം താനും. അതാണ് പ്രശ്നം. വേറെ ഒരു പ്രശ്നമില്ല. അമ്മ തന്നെ എല്ലാത്തിനും വേണം. ആ ഒരു പ്രശ്നത്തിലാണ് ഞാനിങ്ങനെ വട്ടം കലങ്ങാന്ന് പറയില്ലേ, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
എന്നാലും കുഴപ്പം ഞാൻ മാറുമായിരിക്കുന്നു വിചാരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുകയും ജലദോഷം ഇത് മിക്കവർക്കും ഉണ്ട് കേട്ടോ. എനിക്കും തോന്നണത് കാലാവസ്ഥയുടെ ആയിരിക്കും. ഇപ്പൊ ഡോക്ടറെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാലും കാലാവസ്ഥയുടെ ഇപ്പൊ മരുന്ന് കൊടുക്കണുണ്ട്. അബ്രുവിനാണെങ്കിൽ മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. എന്ത് ചെയ്താൽ മരുന്ന് കുടിക്കില്ല. മരുന്ന് ഇന്നലെ മരുന്ന് കൊടുത്തിട്ട് എന്താണ് ഫുള്ള് ഛർദിച്ചു, ഫുള്ള് വോമിറ്റ് ചെയ്തു, ഫുഡ് കഴിച്ചതൊക്കെ വോമിറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ കുറച്ചും കൂടി നേരത്തെ ഫുഡ് കഴിക്കണേന് മുന്നേ മരുന്ന് കൊടുത്തു. അപ്പം മരുന്നൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്, ഭക്ഷണവും ഛർദിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഇപ്പം ഇങ്ങനെ പോണ്. ഇനിയിപ്പോൾ കുറയോന്ന് നോക്കണം. കുറഞ്ഞില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഈ സമയത്തൊക്കെയാണ് കെട്ടിയോണ്ട് ശരിക്കുള്ള വില ഞാൻ മനസ്സിലാക്കുന്നത്. ആളുണ്ടായിരുന്നേ ആളുടെ അടുത്തേക്ക് ഇവർ പൂട്ടാ, രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് അങ്ങനെ അടുക്കണുണ്ട്. എന്നാലും ഇവര് രാത്രിയും അങ്ങനെ മാറി നിൽക്കണില്ലേ, അതൊന്നും ചെയ്യണില്ല. അതാണ് പ്രശ്നം വരുന്നത്. ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ആശ്വാസം ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ സാഹചര്യം അവസ്ഥയൊക്കെ മാറാൻ പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. പുറത്ത് നല്ല തകൃതിയായിട്ടുള്ള മഴയുണ്ടാ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ, അതെ ഇപ്പോഴും മഴ തന്നെ. മഴ 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 അതാ മഴ 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 ഫുള്ള് നോക്കിയേ, ഫുള്ള് മഴ. മഴ പെയ്യട് ഗായ്, പറയ് പറയ് കൊട കൊട മഴ മഴ പെയ്യണ ഗായ്സ്. ചുമ മാറിയിട്ടില്ല ഗായ്സ്. വയ്യ, പനി ഉണ്ടാവോ പോവാണ് ഗായ്സ്. പറയ് എങ്ങനെ പോവാത്, എങ്ങനെ സിനിമയ്ക്കാ? ഈ മഴയത്ത് സിനിമയ്ക്ക് പോവാൻ നല്ല രസമുള്ളതാണ്. കാരണം രണ്ടുപേർക്കും വയ്യാലോ. അപ്പുറം കുട്ടി നോക്കണേ, ഈ കുട്ടി നോക്കണേ, മഴ നോക്കണ്ട. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.